ദഹന വ്യവസ്ഥയുടെ അവസാന ഭാഗമായ വൻകുടലിൽ ആരംഭിക്കുന്ന ഒരുതരം ക്യാൻസറാണ് കൊളോട്രൽ ക്യാൻസർ എന്നറിയപ്പെടുന്ന വൻകുടൽ ക്യാൻസർ. വൻകുടലിന്റെ ഉൾഭാഗത്തുള്ള പാളിയിൽ പോളിപ്സ് എന്നറിയപ്പെടുന്ന ചെറിയ വളർച്ചകളുടെ രൂപത്തിലാണിത് സാധാരണയായി ആരംഭിക്കുന്നത്. കാലക്രമേണ ഈ പോളിപ്സുകളിൽ ചിലത് ക്യാൻസറായി മാറിയേക്കാം. വൻകുടൽ ക്യാൻസറിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പതിവായി പരിശോധന നടത്തേണ്ടത് ആവശ്യം. മലവിസർജനത്തിലെ മാറ്റങ്ങൾ, മലത്തിൽ രക്തം, വയറുവേദന എന്നിവയാണ് ഇതിന്റെ സാധാരണ ലക്ഷണങ്ങൾ. സമീപ വർഷങ്ങളിൽ 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിൽ വൻകുടൽ ക്യാൻസർ കേസുകളുടെ ആശങ്കാജനകമായ വർധനവ് ശ്രദ്ധിക്കുന്നുണ്ട്. പരമ്പരാഗതമായി 50 വയസ്സിന് മുകളിലുള്ളവരിലാണ് വൻകുടൽ ക്യാൻസർ കൂടുതലായി കാണപ്പെട്ടിരുന്നത്. എന്നിരുന്നാലും പഠനങ്ങൾ കാണിക്കുന്നത് ചെറുപ്പക്കാർക്ക് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നുണ്ടെന്നാണ്. ഇത് ആരോഗ്യ വിദഗ്ധരിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ചെറുപ്പക്കാരിൽ വൻകുടൽ ക്യാൻസർ വർദ്ധിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ടാകാം. ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലുമുള്ള മാറ്റങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടുതൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ചുവന്ന മാംസം, പഞ്ചസാരയടങ്ങിയ പാനീയങ്ങൾ എന്നിവ കഴിക്കുന്നതും ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. യുവതലമുറയിൽ കൂടുതൽ സാധാരണയായിക്കൊണ്ടിരിക്കുന്ന പൊണ്ണത്തടി, ഉദാസീനമായ ജീവിതശൈലി എന്നിവയും ഈ പ്രവണതയ്ക്ക് കാരണമാകുന്നുണ്ട്. കൂടാതെ പുകവലി, അമിതമായ മദ്യപാനം, ചില പാരമ്പര്യ ജനിതക അവസ്ഥകൾ തുടങ്ങിയ ഘടകങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.